ചേട്ടോ, അയ്യപ്പനാന ചരിയാനുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരേ ഉള്ളൂ. മനസ്സിലായില്ലേ? അത് ആനക്കാരൻ ചെയ്ത് കൂട്ടി ചെയ്താണ് അതൊക്കെ. എല്ലാ വലിയ ഭയങ്കര പാലകാപ്യം പഠിച്ച ആനക്കാരും പറഞ്ഞിരുന്ന വാക്കതല്ല. ഞാൻ ആനപ്പണിക്ക് ഇറങ്ങുമ്പോൾ ശശി ട്രൗസർ ഇട്ട് കിടക്കാന്നാ പറഞ്ഞിരുന്നത്. ഓരോരുത്തരുടെ ഈഗോ അല്ലെങ്കിൽ ആനയുടെ കാര്യങ്ങൾ സാധാരണ ആനക്കാർ ചെയ്യുന്നൊരു മര്യാദ ഉണ്ട്, കാണിക്കുന്നൊരു മര്യാദ ഉണ്ട്. ഒരാന അഴിക്കുമ്പോൾ അതിൻ്റെ പഴയ ആനക്കാരനോടോ അല്ലെങ്കിൽ ഇപ്പം ഈ ശശിയോട് വേണ്ട, അതിന് ബാലകൃഷ്ണേട്ടനുണ്ട്, രാജനുണ്ട്, അതിന് ആ ആന അറിയുന്ന പഴയ ആനക്കാരുണ്ട്, അവരോട് ചോദിക്കാം എന്താ ഈ ആനയുടെ രീതി, ഏതാ രീതി. അപ്പം അതൊന്നും പറ്റില്ല. ഭയങ്കര സംഭവമല്ലേ, പാലകാപ്യം പഠിച്ച ആൾക്കാരല്ലേ. അതാ ഞാൻ പറഞ്ഞ, അതിനൊരു ഒറ്റ ഉത്തരേ ഉള്ളൂ. ആന ചരിയാനുള്ള കാരണക്കാരൻ ആരാന്ന് ചോദിച്ചാൽ അതിന് ഉടമസ്ഥന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഉടമസ്ഥന്മാരെ ആനപ്പണി പഠിച്ചിട്ടില്ലല്ലോ. ഒരു ആനക്കാരനെ അവർ വെച്ചു. അത് വെച്ചത് എന്ത് കാരണങ്ങൾ കൊണ്ടാവട്ടെ, ഇപ്പൊ നമ്മള് അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ശശിയേട്ടൻ മാറി ഒരാനക്കാരനെ വെച്ചു. മാറിനേക്കാളും മുന്നേ, ശശിയേട്ടൻ അവിടെ നിന്ന് ഇറങ്ങണേക്കാളും മുന്നേ ആരാ വരണമെന്നൊക്കെ നമ്മളെല്ലാവരും അറിഞ്ഞിരുന്നു. അത്ര എത്തിയാണ് കാര്യങ്ങളൊക്കെ. എന്നാ ആ ഒരു ആനക്കാരൻ വന്നു. ആ വന്ന അന്ന് തൊട്ടിട്ട് ഇന്ന് ഇത്ര മാസങ്ങൾ കൊണ്ട് ആ ആന എങ്ങനെ നിന്നിരുന്ന ആനയാന്നുള്ളത് അതിന്റെ വീഡിയോസ് ഉണ്ട്. ആ ആന ശശിയേട്ടൻ കെട്ടിയിട്ട് പോകുമ്പോഴുള്ള വീഡിയോസ് ഉണ്ട്. അപ്പൊ ഇത്ര കൊല്ലം ആ ആന ഒറ്റക്കൊമ്പനാനയായിട്ട് കാണാതിരിക്കാൻ വേണ്ടി അയാൾ ഒരുപാട് രാവും പകലും കഷ്ടപ്പെട്ടുള്ള ഒരാളാണ്. അപ്പൊ അയാൾ അതുകൊണ്ട് ആ വീഡിയോ ഒരാളും കാണിച്ചിട്ടില്ല. ഇതിപ്പോ നാട്ടിൽ മുഴുവൻ കണ്ടു. ആ ഒറ്റക്കൊമ്പനാന എന്ന് ആന ചരിഞ്ഞ് കിടക്കുമ്പോ അത്രയും വേദനിക്കുന്ന കാഴ്ചകളൊക്കെ എല്ലാവരും കണ്ടതാ. അതിൽ മണി വലിയ കാര്യത്തിൽ പറഞ്ഞു, ശശി പോകുമ്പോ ആനയ്ക്ക് മുറിവുണ്ട്, അങ്ങനെ ഉണ്ട്, മെറ്റുണ്ട്, മറിച്ചുണ്ട്, അണ്ണാക്കി കൊടുക്കാൻ അറിയേണ്ടല്ല അത്. അപ്പൊ അത് അറിയട്ടെ, എല്ലാവരും അറിയട്ടെ. എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയട്ടെ. നമ്മളിത് ആരും ഗ്രൂപ്പിലൊന്നും കൂടുതൽ സംസാരിക്കാനോ ബാക്കിയുള്ള കാര്യം നമ്മൾ പറയാൻ പോരുന്നില്ല. പക്ഷെ അയ്യപ്പനാന എന്നുള്ള ആന ചരിഞ്ഞതിൽ ഉടമസ്ഥന്മാരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആനയ്ക്ക് അങ്ങനെ സംഭവിച്ചു. ആ ആനയ്ക്ക് കൊടുക്കാവുന്ന ചികിത്സകൾ ഏതൊക്കെ ഡോക്ടർമാരെ വിളിച്ചിട്ട് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചികിത്സയാണെങ്കിലും അതിൽ പരിചരണമാണെങ്കിലും എന്ത് ഒരു ഉത്തരവാദിത്വം, സ്നേഹം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു അല്പം ദയ, കരുണ, ഒരു ആത്മാർത്ഥത കാണിക്കേണ്ടത് ആനക്കാരനാണ്. അത് 100% ഉണ്ടായിരുന്നില്ല അയ്യപ്പനാനോട്. ഞാൻ വെറുതെ പറഞ്ഞത് 100% ഉണ്ടായിരുന്നില്ല. നിങ്ങൾ മംഗലാപുരത്തുള്ള ചിലപ്പോൾ അണ്ണന്മാർക്ക് പറയാൻ വിഷമം ഉണ്ടാവും. നിങ്ങൾ മംഗലാപുരത്തുള്ള ഓരോരുത്തരോടും ചോദിച്ചോ, കാലത്ത് എത്ര മണിക്ക് വന്നിരുന്നു, എത്ര മണികൾ വീട്ടിൽ പോയിരുന്നു. അത് പറയാൻ തുടങ്ങിയാൽ 100 കാര്യങ്ങളുണ്ടാവും പറയാൻ. അപ്പൊ അതുകൊണ്ട് ചേട്ടൻ വളഞ്ഞു മൂക്ക് പിടിക്കണ്ട. മംഗലാകുന്ന അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ആന ചരിയാൻ ഒറ്റ കാരണേ ഉള്ളൂ, അതിന്റെ ആനക്കാരൻ. അതല്ലാണ്ട് ഉടമസ്ഥനെ ആനപ്പണി അറിയില്ല. പഴയ കാര്യങ്ങൾ എനിക്കറിയില്ല, എന്താ കാര്യങ്ങൾ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഈ ആളുടെ കാര്യം ഞാൻ പറഞ്ഞ ഉറച്ചൊന്നല്ല. ആ ആന വീണിട്ടേ, ആ ആന വൈകുന്നേരം 4:30-5 മണിയാകുമ്പോ ആദ്യം കിടന്നപ്പോ ഒരാനക്കാരനെ വിളിച്ചു. അതിന് നിന്നേർന്ന ഒരു ആനക്കാരനെ വിളിച്ചപ്പോ ആ കുഴപ്പമില്ല അണ്ണാ, ഞാൻ നാളെ കാലത്ത് 8 മണിക്ക് വന്നിട്ട് എണീക്കാന്ന് മറുപടി പറഞ്ഞേ. ഞാൻ ഒരുപാട് ആനക്കാരെ കണ്ടിട്ടുണ്ട്. നമ്മൾ ചെറുപ്പം തൊട്ടേ ഒരുപാട് ആനക്കാരെ നമ്മൾ കാണാൻ തുടങ്ങി തന്നെ. ഇങ്ങനെ ഒരു ആനക്കാരനെ നമ്മൾ കണ്ടിട്ടില്ല. ഇതേപോലെ 100 കാര്യങ്ങളുണ്ടാവും പറയാൻ. അപ്പോ ചേട്ടൻ കാടടച്ച് വെടിവെക്കില്ലേ, മുന്നിൽ പലതും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, തെറ്റുകൾ പലയിടത്തും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് നമ്മൾ പറയില്ല. പക്ഷെ മംഗലാവുന്ന അയ്യപ്പൻ എന്ന് പറഞ്ഞ ആന ചെയ്യാനുള്ള കാരണം എക്സാക്ട്ലി ബിക്കോസ് ഓഫ് 1 പേഴ്സൺ. അത്ര തന്നെ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞത് മാത്രമല്ല, നിങ്ങൾ ആ പുറമെ അന്വേഷിച്ച് നോക്ക്. ആ എന്താ പറയാ, ഇത്രയും വലിയ പാലകാപ്യം പഠിച്ച ആൾക്കാർ ഈ ആനയിൽ നിന്ന് ഇറങ്ങിയിട്ട് 2-3 വോയിസ് ഇട്ടു. മംഗലാവുന്ന അയ്യപ്പനാടെ എന്താ പറയാ, ചെറിയണ്ണം പറഞ്ഞത്ര വലത്തെ ചെവി പിടിച്ചിട്ട് അങ്ങനെ ചെവി ഇങ്ങോട്ട് പിടിച്ച പണിയെന്ന്. ആ ആന അറിയുന്ന ഒരാള് പറയൂ, മംഗലാവുന്ന അയ്യപ്പൻ എന്ന് പറഞ്ഞ ആന അറിയുന്ന ഒരാള് സമ്മതിക്കുവോ വലത്തെ ചെവി പിടിച്ച ഇരിക്കണ ആനയാന്നുള്ളത്? അങ്ങനെയാണെങ്കിൽ അയാളെ പണ്ട് തെക്കോട്ട് എടുത്തിട്ടുണ്ടാവും. ഇയാൾ ആരോടതൊക്കെ പറയണം, പൊട്ടറാണ് അയാള്. മംഗലാവുന്ന അയ്യപ്പൻ വലത്തെ ചെവി പിടിച്ച ഇരിക്കണ ഒരാനി. ആ ആന വന്ന കാലം തൊട്ട് ഞങ്ങൾക്കൊക്കെ അറിയാനെ. അതിന്റെ തറി കയറാൻ പറ്റുമോ?
എന്താ ചേട്ടാ ഞാൻ ഇങ്ങനെ പറയാം, നമ്മളൊരാളെ നാണം കെടുത്തൊന്നും നമുക്ക് ആഗ്രഹമില്ല. രണ്ടാമരത്ത് ചങ്ങലയും നടക്കി എന്താ പറയാ ലൂസായിട്ടുള്ള ഒരു അടിയും സാധാരണ ആന ഇത്ര കൊല്ലമായിട്ട് അങ്ങനെ കെട്ടാറ്, അങ്ങനെ തന്നെ പ്രാവശ്യം കെട്ടിയിട്ടുള്ളൂ. അങ്ങനെ കെട്ടിയിട്ട് ആനയുടെ വൃത്തിയായിട്ട് അമരം കഴുകാൻ പറ്റാറില്ല, ചങ്ങല മാറ്റി കെട്ടാൻ പറ്റാറില്ല. ഈ ആളാണ് പോയിട്ട് വളത്തെ ചെവി പിടിച്ചിട്ട് ഇങ്ങോട്ട് കിടന്നോളാൻ പറയണു. പോട്ടമാട് ഇവിടെ പറയാൻ പറയട്ടതൊക്കെ ഗ്രൂപ്പിൽ വോയിസ് തള്ളണം.